വെൽക്കം ടു അലാമി കിച്ചൺ. ഇതെന്താ ഇപ്പോൾ നാരങ്ങൻ്റെ തൊലി മാത്രം ഇങ്ങനെ കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നാരങ്ങൻ്റെ തൊലി മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ നാരങ്ങൻ്റെ ജ്യൂസ് എടുത്തിട്ട് കളയുന്ന തൊലിയാണ്. ഇതിനി മുതൽ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി അടാറ് ഒരു അച്ചാർ തന്നെ നമുക്ക് ഇതിനെ കൊണ്ട് ഉണ്ടാക്കാം. ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെല്ലാം എങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇനി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഞാനിവിടെ 2 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പില വേണം. പിന്നെ ഒരു 4 പച്ചമുളക്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം കായം കട്ടക്കായം തന്നെയാണ് എടുത്തത്. പിന്നെ ഒരു ചെറിയൊരു വലിയ കഷ്ണം ഇഞ്ചി. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്കിനി ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ അങ്ങനെയും മതി. അപ്പോൾ ചോപ്പറിൽ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാത്തതാണ് നല്ലത്. അപ്പം പെട്ടെന്നൊന്നും അത് കട്ട് ചെയ്തിട്ട് വരുന്നില്ല. അപ്പോൾ കറിവേപ്പില നമുക്ക് നൈഫ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം കട്ട് ചെയ്യാൻ ചോപ്പർ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ ഉള്ളത് കൊണ്ട് നല്ലെണ്ണ യൂസ് ചെയ്തെന്നേ ഉള്ളൂ. നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണിൽ കടുക് ഇട്ട് കൊടുത്തു. ആ സ്പൂണിൽ തന്നെ 1/2 സ്പൂൺ ഉലുവ. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആ സ്പൂണിൽ തന്നെ 1/2 സ്പൂണിൽ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സ്പൂൺ എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ഉണ്ടാവില്ല. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അളവാണ് ഈ ഒരു സ്പൂൺ വരുന്നത്. കടുകും ഉലുവയും ജീരകമെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലിട്ട് കൊടുക്കാം. കായം കൂടി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ഇടുന്ന വീഡിയോ സ്കിപ്പായിപ്പോയി. അപ്പോൾ അതൊന്ന് റോസ്റ്റായി ആ പച്ചമണമെല്ലാം മാറിയാൽ അതിലേക്ക് നമുക്ക് നമ്മുടെ ചെറുനാരങ്ങൻ്റെ തൊലി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങൻ്റെ തൊലി സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചെറുനാരങ്ങൻ്റെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ആ തൊലി നമുക്കൊരു നല്ലൊരു അധികം നനവൊന്നും ഇല്ലാത്തൊരു ബോട്ടിലെടുക്കുക. അപ്പോൾ അതിൽ താഴെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തൊലി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് മേലിൽ കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഡെയിലി എപ്പോഴാണ് യൂസ് ചെയ്യുന്ന ചെറുനാരങ്ങ ആ സമയത്തൊക്കെ ഉള്ള തൊലി ഇതുപോലെ നമുക്ക് ഈ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ബോട്ടിൽ നിറയുന്നത് വരെ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. നനവില്ലാത്ത ചെറുനാരങ്ങ തൊലി ആയാൽ മതി. അപ്പം കേടൊന്നും വരില്ല. അപ്പോൾ ചെറുനാരങ്ങയെല്ലാം നന്നായിട്ട് വാടി വന്നാൽ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു സ്പൂണിൽ തന്നെയാണ് അളവെടുക്കുന്നത്. അതിൽ ടോട്ടൽ 4 സ്പൂണിൽ മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു റംസാൻ്റെ ടൈമിലെല്ലാം നമ്മൾ ഇഷ്ടം പോലെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ചെറുനാരങ്ങ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ട് തൊലി വെറുതെ കളയണ്ട. നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരു ചിലവും ഇല്ലാണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമ്മൾ അച്ചാറിടുമ്പോൾ അച്ചാർ പൊടി യൂസ് ചെയ്യലില്ല. പകരം അതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ളത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അച്ചാർ പൊടിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ചെറുനാരങ്ങയും മുളകിൻ്റെ എല്ലാം ചെറുനാരങ്ങ ഒന്ന് വഴറ്റി വന്ന് അതിനുശേഷം മുളക് ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം.
നമ്മൾ അച്ചാറിടുമ്പോൾ വെള്ളത്തിൻ്റെ അംശം തീരെ നമ്മളതിൽ തൊടാണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിലും ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമ്മൾ വലിയ ജാറിൽ അച്ചാറിട്ട് വെച്ചാൽ നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോട്ടിലിട്ട് വെക്കാം. അതും നനവില്ലാത്ത സ്പൂണെല്ലാം വെച്ചിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെ വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് തന്നെ നമുക്ക് പുറത്ത് തന്നെ നമുക്ക് അച്ചാർ സൂക്ഷിച്ച് വെക്കാം. ഇവിടെ അച്ചാറിടുന്ന ആൾ ഉമ്മയാണ്. ഉമ്മാൻ്റെ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ എത്ര കാലം വെച്ചാലും കേടാവാത്ത അച്ചാറാണ്. പിന്നെ ഒരു കാര്യം, അലൂമിനിയം ചട്ടിയിലും അതുപോലെ തന്നെ ഇരുമ്പ് ചട്ടിയിലും അച്ചാറിടാൻ എടുക്കാത്തതാണ് നല്ലത്. ഇനി അഥവാ ഇടുന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്നും വേറൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ മാറ്റി കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു നാരങ്ങ തൊലി ഇപ്പോൾ ഒരു 2 മാസം സ്റ്റോർ ചെയ്ത് വെച്ച നാരങ്ങൻ്റെ തൊലിയാണ്. അപ്പോൾ അതിൽ ഉപ്പെല്ലാം പിടിച്ചിട്ട് തൊലിൻ്റെ കളറെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ആ നാരങ്ങ തന്നെ നമുക്ക് വെറുതെ ചോറിൻ്റെ കൂടെ കുറച്ചൊരു കാന്താരിയും ഒരു വെളുത്തുള്ളിയും കൂടിയും ചതച്ചിട്ടിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടാനും ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിത് തൊലിയാണ് ഇട്ടതെന്നൊന്നും മനസ്സിലാവില്ല. നമ്മൾ സാധാരണ അച്ചാർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നാരങ്ങ അച്ചാറിൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കുമ്പം കിട്ടാൻ. ഇതിപ്പം നാരങ്ങൻ്റെ അളവ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പം 1 ലിറ്ററിൻ്റെ മിൽമൻ്റെ ഗീൻ്റെ ആ ഒരു ജാറിലാണ് ഇട്ട് വെച്ചത്. അപ്പോൾ അതിൽ ഉപ്പ് വിനാഗിരി ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ അത് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ അത്രയും നാരങ്ങൻ്റെ തൊലിയാണ് എടുത്തത്. നമ്മൾ കമ്പനി അച്ചാറിൻ്റെ എല്ലാം ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. എനിക്ക് തോന്നുന്നു അവരിതുപോലെ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അച്ചാർ ഇടുന്നുണ്ടാകാൻ. അതുകൊണ്ടായിരിക്കും ആ ഒരു ടേസ്റ്റ് വന്നത്. ഇപ്പോൾ കുറച്ചും കൂടിയും വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു പണിയും കൂടിയുണ്ട്. അപ്പോൾ അത് ചൂട് മാറിയതിന് ശേഷമാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ മുന്നേ ഇതിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യലുണ്ട്. അപ്പോൾ അത് നമ്മൾ വഴറ്റുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്യണം. ആ സമയത്ത് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ ഒരു സമയത്താണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു സ്പൂണിൽ 3/4 സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് കടുക് പൊടിച്ചിടണം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ കടുകുണ്ടാവും. അത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ച കടുക് തന്നെയാണ് നമുക്ക് പൊടിച്ചിടേണ്ടത്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം. നന്നായിട്ട് ഫൈനായിട്ട് പൊടിയണ്ട, ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് അച്ചാർ ചൂട് മാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ചൂടോട് കൂടിയിട്ട് കടുക് പൊടിച്ചത് ഇട്ട് കൊടുക്കരുത്. ഇതിപ്പം പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ചാർ ഒന്നും കൂടിയും കട്ടിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡിയായി. ഇത് നമുക്ക് 2 ദിവസം വെച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മൾ ചെറുനാരങ്ങ ഓൾറെഡി 2 മാസം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. അപ്പം കയ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അച്ചാർ റെഡിയായി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.